എന്ന് നീ ഇങ്ങനെ സ്വർണ്ണ മുട്ട ഇടല്ലേ. ഞാൻ ഈ മുട്ടയൊക്കെ എവിടെ കൊണ്ട് വെക്കും? നീ എന്തിനാ പിന്നെയും മുട്ട ഇട്ടെ? എന്റെ വീട് മൊത്തം നിന്റെ മുട്ട കൊണ്ട് നിറഞ്ഞിരിക്കുവോ. ഇനി മുട്ട ഇട്ടാ ഞാൻ എവിടെ കൊണ്ട് വെക്കും? പോലീസ് വിചാരിക്കും ഞാൻ വല്ല കള്ളനുമാണെന്ന്. ഞാൻ നിന്നെ വല്ല കാട്ടിലും കൊണ്ട് കളയാൻ പോവാ. വാ. അല്ല വലിയേട്ടാ, എന്തിനാ ഇത്രയും ഭംഗിയുള്ള ഒരു താറാവിനെ കാട്ടിക്കൊണ്ടേ കളയുന്നത്? ഇങ്ങോട്ട് തരൂ, ഞങ്ങൾ കൊണ്ടേ വളർത്തിക്കോളാം. ഈ താറാവ് സാധാരണ താറാവല്ല. ഇത് ഞാൻ ആർക്കും ചുമ്മാ വിട്ട് തരത്തുമില്ല. അതിനെന്താ, അതിന് ഞങ്ങൾ പൈസ തരാലോ. പിന്നെന്താ, പറ എത്ര പൈസ വേണം? ഇതിന് വില പേശലൊന്നുമില്ല. നീ പറ നിന്റെ എത്ര ഉണ്ടെന്ന്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു പൈസ ഇല്ല. എന്താ? ഉണ്ട് ഉണ്ട്, 5000 രൂപയുണ്ട്. ഡോക്ടർ ജഡ്ക കെമിക്കൽ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു തന്ന പൈസയാ. അത് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് ഡോക്ടർ ജഡ്കയുടെ പൈസയാണ്. അതെങ്ങനെ എടുത്ത് കൊടുക്കുക? പത്ലു, ഡോക്ടർ ജഡ്കയ്ക്ക് നമ്മൾ നാളെ തന്നെ തിരിച്ചു കൊടുത്താ പോരെ? മനസ്സിലാക്ക് പത്ലു. 5000 രൂപ. ഓക്കെ ശരി, 5000 രൂപയ്ക്ക് ഈ താറാവ് നിങ്ങളുടേതാ. ഇന്ന് വാങ്ങിച്ചോളൂ. അവിടെ. ഇനി നിങ്ങൾ കേട്ടോ ഈ താറാവിന്റെ പ്രത്യേകത. ഇത് സ്വർണ്ണ മുട്ട ഇടുന്ന താറാവാ. ഡെയിലി ഇത് കുറെ മുട്ട ഇടും. നിങ്ങൾക്ക് അവസാനം വട്ടാകും ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞ്. ഇതെന്റെ തലേന്ന് ഒഴിവാക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട വലിയേട്ടാ. ഞങ്ങളുടെ അടുത്ത് ഇതിന്റെ മുട്ട സൂക്ഷിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ശരി എന്നാ. മോട്ടോ, നീ എന്തായി ചെയ്തത്? ഒരു താറാവിനെ പിടിക്കാൻ പോലും അറിയില്ലേ നിനക്ക്? അത് പെട്ടെന്നല്ലേ പറഞ്ഞു പോയത്. ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ രാജ്യത്തിൽ എന്റെ രാജ്യത്തിൽ എന്റെ രാജ്യത്തിൽ എന്റെ രാജ്യത്തിൽ എന്റെ രാജ്യത്തിൽ സോറി ബോക്സർ ഏട്ടാ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ താഴെയുള്ള കാര്യം. ഓ, അതൊന്നും സാരമില്ല. ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരും. ചിലപ്പോ ഇങ്ങനെയും സംഭവിക്കും. വരൂ വരൂ, എന്റെ സ്വർണ്ണ മുട്ട ഇടുന്ന താറാവേ, നീ വരൂ. എങ്ങോട്ടായി പോകുന്നത്? വല്ലതും തരണേ, വല്ലതും തരണേ സാറേ, വല്ലതും തരണേ. ചേട്ടാ, ഈ കൈവണ്ടി ഞങ്ങൾക്ക് തരുമോ പ്ലീസ്? അതൊന്നും പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെ ജയിക്കും? അങ്ങ് ഞങ്ങൾ മനസ്സിലാക്കണം. ഈ വണ്ടി തരുവാണെങ്കിൽ ഞങ്ങൾ 10 ലക്ഷം തരാം. നിങ്ങളുടെ കുട്ടികൾ സന്തോഷമായിരിക്കും. ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഒരുപാട് അനുഗ്രഹിക്കും. സാറേ, നിങ്ങൾ ഇതിനെങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? വേണമെങ്കിൽ എടുത്തോന്നേ, ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ. എന്തിനാ ഇങ്ങനെ പിടിച്ചു നോക്കുന്നത്? വണ്ടി വേണോ വേണ്ടയോ? പത്ലു, ഇതെങ്ങനെയാ പെട്ടെന്ന് വന്ന് ഇരുട്ട് കയറിയത്? ഇത്രയും നേരം നല്ല വെളിച്ചം ഉണ്ടായിരുന്നല്ലോ. എന്റെ മോട്ടോ തലയെടുത്ത് പുറത്തേക്കിട, അപ്പൊ വെളിച്ചം കണ്ടോളും. എന്റെ രാജ്യത്തിൽ പട്ടം ഉയരത്തിൽ, എന്റെ രാജ്യത്തിൽ പട്ടം ഉയരത്തിൽ, എന്റെ രാജ്യത്തിൽ പട്ടം ഉയരത്തിൽ. ഞങ്ങളെ കൊല്ലല്ലേ. ഞങ്ങള് സ്വർണ്ണ മുട്ടയിടുന്ന താറാവിനെ പിടിക്കാൻ ഇറങ്ങിയതാ. വേണമെങ്കിൽ ചേട്ടനും ദിവസം ഒരു മുട്ട തന്നേക്കാം. അബദ്ധം പറ്റിയതാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാമായിരുന്നു.
പക്ഷെ ഇതെന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരികയാണോ? ഞങ്ങള് പറയുന്നത് സത്യമാണ്. അല്ലെങ്കിൽ ദേ അങ്ങോട്ട് നോക്ക്, സ്വർണ്ണ മുട്ടയിടുന്ന താറാവ്. അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു പൊട്ടനാണെന്നാണല്ലേ? കാക്കയെ താറാവാക്കുന്നോ? ഞാൻ നിങ്ങളെ ഇതാ താറാവിന്റെ അടുത്തേക്ക് അയക്കാം. വരൂ വരൂ, ഇങ്ങോട്ട് വരൂ എന്റെ സ്വർണ്ണ മുട്ടയിടുന്ന താറാവേ. ഞാൻ നിനക്ക് നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ തരാൻ കുട്ടാ. വന്നേ വന്നേ വന്നേ, വരൂ വരൂ. വേണ്ട വേണ്ട, പറന്ന് മാത്രം പോവല്ലേ, വേണ്ട. അവിടെ നിൽക്കേ. മോട്ടു, ഞാനിതേ എത്തി. മോട്ടു, വേഗം ഈ കൊടയിൽ പിടിച്ചോ. അതിന് കൊട എവിടെ? എന്റെ അമ്മോ, മോട്ടു പത്ലു, നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് എവിടുന്നൊക്കെ വരുന്നത്? എന്റെ നടു തല്ലുപിടിച്ച് നിങ്ങൾ രസിക്കുകയാണല്ലേ? സോറി ചിങ്ങം സാറ്, ഞങ്ങൾ സ്വർണ്ണ മുട്ടയിടുന്ന താറാവിന്റെ പുറകിൽ പോവുമായിരുന്നു. പ്ലീസ് ഡോണ്ട് മൈൻഡ്. സ്വർണ്ണമുട്ടിടുന്ന താറാവനെ എനിക്കും വേണം. സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. നിക്ക്, അവിടെ നിൽക്കാൻ. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, ഹൈലി എംപോസിബിൾ. സ്വർണ്ണമുട്ടിടുന്ന താറാവേ, എനിക്ക് വേണം. അവിടെ നിക്ക്. നിക്കാനല്ലേ പറഞ്ഞത്? എന്റെ അമ്മ, ഈ താറാവ് ഇപ്പൊ എന്റേതായി. ഇതിനെ ഞാനാണ് പിടിച്ചത്. എന്റെ അമ്മ, എന്റെ അമ്മേ. ചിങ്കം സാർ എന്റെ നടു ഓടിച്ചേ. ഒറ്റയ്ക്ക് അതിനെ പിടിക്കാന്ന് വെച്ചാ ബുദ്ധിമുട്ടാ. സാറും ചേർന്ന് ഞങ്ങളെ സഹായിക്കുവാണെങ്കിൽ ഞങ്ങൾ ദിവസം സാറിന് ഒരു സ്വർണ്ണ മുട്ട തന്നേക്കാം. എന്തേ? എന്നാ വരൂ, നമുക്കതിനെ ഒരുമിച്ച് പിടിക്കാം. നിക്കവിടെ. സിംഗം സാറേ, ഇതെന്താ ചെയ്യുന്നത്? സ്വർണ്ണമുട്ടിടുന്ന താറാവണെ ഞങ്ങൾ പിടിക്കാൻ പോവാണ്. ഇതിന്റെ അർത്ഥം മോട്ടും പത്തിലും പറഞ്ഞത് സത്യമായിരുന്നോ? നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. സ്വർണ്ണ മുട്ടയിടുന്ന താറാവേ, ഒന്നവിടെ നിൽക്കേ. നിന്നോടാ പറയുന്നത്, ഞങ്ങൾക്ക് നിന്നെ വിടാൻ ഉദ്ദേശമില്ല. സ്വർണ്ണ മുട്ടയിടുന്ന താറാവോ? വാ, പെട്ടെന്ന് വാ, നമുക്ക് പിടിക്കാം. അവിടെ നിക്ക്. എന്റെ അമ്മോ, ഇത് വെളുത്ത താറാവല്ലേ? ഇതിന് സ്വർണത്തിന്റെ നിറം മാത്രമേ ഉള്ളൂ. നീ ഇത് എവിടെയായിരുന്നു? ഈ സ്വർണ്ണ കളറൊക്കെ നിന്റെ താരായി അടിച്ചത്. എന്താ ഇത്? അതെ, ഇത് എന്റെ സ്വർണ്ണ മുട്ടയിടുന്ന താറാവാണ്. ഞാൻ ഇതിന് 5000 രൂപ കൊടുത്ത് മേടിച്ചതാണ്. നിങ്ങളെ ഇത് ആരോ മണ്ടനാക്കിയതാണ്. ഇന്ന് രാവിലെ ഇതിനെ ആരോ മോഷ്ടിച്ചോണ്ട് പോയായിരുന്നു. എനിക്ക് തോന്നുന്നു അയാളായിരിക്കും നിങ്ങളെ മണ്ടനാക്കിയതെന്ന്.
എന്താ ഇത് വെളുത്ത മുട്ടയാണല്ലോ ഇടുന്നത്. വരൂ, എല്ലാവരും വരൂ. ഏതോ ഒരുത്തൻ നമ്മളെ വല്ലാതെ മണ്ടനാക്കി കളഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ നീ കാരണം ഞങ്ങൾ ഈ ഫുർഫുറിനാരെ മൊത്തം ഓടി. ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. നമുക്ക് പൊന്മുട്ട ഇവന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. Watch India's largest kids library only on Jio Hotstar. Download the app now.